ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ജോൺ എബ്രഹാം. മാഡം ലീവിലായിരുന്നപ്പോൾ എനിക്കായിരുന്നു ചാർജ്. താങ്ക്സ് ജോൺ. എന്റെ ഒരു കുറവറിയിക്കാതെ ADM ജോൺ എബ്രഹാം വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചുവെന്ന് അനു പറഞ്ഞു, ഞാൻ അറിഞ്ഞു. ഇനിയാണ് നമ്മുടെ പ്രധാന അജണ്ട. എടോ, ശാലിനി, വിഷ്ണു, സത്യഭാമ എന്നീ ശത്രുക്കളുടെ നീണ്ട നിരകൾക്ക് മുന്നിലേക്ക് നമ്മളൊരു യോദ്ധാവിനെ പടച്ചട്ട അണിയിച്ചിറക്കും. പടച്ചട്ടയ്ക്കുള്ളിൽ അവനെ തന്നെ കൊല്ലുന്ന ആയുധം ഉണ്ടെന്നറിയാതെ അവനെ മുന്നിൽ നിർത്തി നമ്മളിനി പുതിയ യുദ്ധത്തിന് തിരികൊളുത്തും. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എല്ലാം രോഹിത്. എടോ, അതിന്റെ പങ്ക് പറ്റി ലാഭം കൊയ്യുന്നതോ നമ്മളും. ഒരെണ്ണം കൂടെ മതി. പിടിക്കേ. അപ്പോ അവൻ അറക്കാൻ ഭാഗത്തിന് വളർത്തിക്കൊണ്ടുവരുന്ന മാടാണല്ലേ? പിന്നെ എന്ത് കരുതി? കുപ്പത്തൊട്ടിയിലെ മാണിക്യമാന്ന് കരുതി ഷോക്കേസി വെക്കാവുന്നു. കിടന്നത് കുപ്പത്തൊട്ടിയിലല്ലേ? അവനെ തിരിച്ചെത്തിക്കേണ്ടത് അവിടെ തന്നെയാ. കണ്ടില്ലേ എന്ത് സന്തോഷത്തോടെയാ നിന്നിരുന്നത്. എടോ, ചെയ്യുന്ന ബിസിനസിന്റെ മുഴുവൻ ഇടപാടുകളും ഇവന്റെ പേരിലായിരിക്കും. നമ്മൾ വെറും പാർട്ട്നേഴ്സ് മാത്രം. ഒരു അന്വേഷണം വന്നാൽ ആജീവനാഥ കാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടവനാണ് അവൻ. പിന്നെ അവരിപ്പോ ഇത്തിരി സന്തോഷിച്ചാലെന്താ? സന്തോഷിക്കട്ടോ, നന്നായി സന്തോഷിക്കട്ടെ. അവനിപ്പോ നമ്മുടെ മോഹവലയത്തിലാ. ആ വലയം ഭേദിച്ച് പുറത്തു കിടക്കാനുള്ള നോക്കേണ്ട ഉത്തരവാദിത്തം അവൾക്കുള്ളതാ. സുസ്മിതയ്ക്ക് പഴയ പ്രണയതാരങ്ങളാ. ഇതിനിടയിൽ വല്ല പ്രണയവും വർക്കൗട്ടായാൽ എല്ലാ പദ്ധതിയും പൊളിയും. എടോ, അത് പിന്നെ തനിക്ക് അറിയത്തില്ല. എടോ, അവനെ മേയ്ക്കുന്നതേ മാൻകുട്ടിയല്ല, സിംഹം. ആ ഉറപ്പ് എനിക്കുണ്ട്. ഇനി ഇപ്പൊ എല്ലാവരും ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചർച്ചയിലേക്ക് കിടക്കാം. നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്ന ബിസിനസ് കേരളത്തിൽ ഒതുങ്ങുന്നതല്ല, ഇന്ത്യയിലും ഒതുങ്ങുന്നതല്ല. കപ്പൽ മാർഗം അങ്ങ് മലേഷ്യ വരെ പോയാലും അതിന് വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം നമ്മളെ പ്രധാന പാർട്ണർ ഉപേന്ദ്രൻ അതിനുള്ള നീക്കുപോക്കൊക്കെ ഏതാണ്ട് നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബിസിനസിനൊരു തേരാളി വേണം. മുന്നിൽ നിന്ന് പട നയിക്കാൻ നല്ലൊരു പോരാളി പോലെ. എല്ലാം ഒത്തിണങ്ങിയ ഒരു തേരാളിയെ. അത് മറ്റാരും അല്ല, നീ തന്നെയാടാ. പിന്നെ ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഇവന്റേത്. ആ ഭാഗ്യം നമ്മുടെ ബിസിനസിനും ഉണ്ടാവട്ടോ. പിന്നെ ഓരോരുത്തരുടെ ലാഭവിഹിതം വളരെ കൃത്യമായിട്ട് ഇവൻ അക്കൗണ്ടിൽ എത്തിക്കുകയും ചെയ്യും. എന്താണെന്നറിയോ? കാരണം ഇവൻ കണക്കിലും മിടുക്കന. രോഹിത്തെ, നീ ഞങ്ങളുടെ കൂടെ കൂടുമ്പോ ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നു. കുന്നിക്കുരുവോളം ആഗ്രഹിക്കുന്നവന് കുന്നോളം കൊടുത്ത ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. നിന്നെ അവഗണിച്ചവർക്കെതിരെ നിന്ന് നിനക്ക് ഫൈറ്റ് ചെയ്യാൻ കൃത്യമായൊരു സ്പേസ്, അത് ഞാൻ നിനക്ക് ഉറപ്പ് തന്നിരുന്നു. ഈ ബിസിനസിന്റെ തലപ്പത്തേക്ക് നീ വരുന്നതോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. അധികാരവും പണവും പവറും നിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാ ആദ്യത്തെ കണക്ക് നിന്റെ അമ്മയെ തീർത്തവരോട് തന്നെ ആവണം. അതുപോലെ തന്നെ ഒരു കാർ ആക്സിഡന്റിൽ സത്യഭാമയുടെ തലയും റോഡിൽ ചിതറിത്തെറിക്കണം. അത് ചെയ്യേണ്ടതൊരു മകന്റെ കടമയാണ്. അത് നീ ചെയ്തിരിക്കണം. എല്ലാ പകയും മനസ്സിലുണ്ട്. ഒന്നും ആറി തണുക്കാനും തണുപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല.
എന്നോട് ചെയ്ത ഓരോ ചതികൾക്കും എണ്ണി എണ്ണി പകരം ചോദിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. അതിനായി എനിക്കിവിടെ പലരെയും കൂടെ കൂട്ടേണ്ടതുണ്ട്. അത് സ്നേഹം കൊണ്ട് കൂടെ കൂട്ടുന്നതല്ല, സ്നേഹിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ കൂടെ കൂട്ടുന്നതാ. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ജോൺ എബ്രഹാം. മാഡം ലീവിലായിരുന്നപ്പോൾ എനിക്കായിരുന്നു ചാർജ്. താങ്ക്സ് ജോൺ. എന്റെ ഒരു കുറവറിയിക്കാതെ ADM ജോൺ എബ്രഹാം വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചുവെന്ന് അനു പറഞ്ഞു, ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്കിപ്പോ തന്ന സ്വീകരണത്തിനും ഒരുപാട് നന്ദി. എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്ത് ഒപ്പിച്ചു വെച്ചെന്നേ പറയാനൊക്കൂ. ഇത്രയും എക്സ്പീരിയൻസ് ആയ ഒരാളുടെ ജോലികള് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നഷ്ടമായ ദിനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വിധി എന്നെ കുറച്ച് ദിവസത്തേക്ക് തകർത്ത് കളഞ്ഞില്ലേ. എനിവേ, ആ നഷ്ടപ്പെട്ട ദിനങ്ങൾക്ക് പകരമായി ഇനി വരുന്ന ദിനങ്ങളെല്ലാം മാഡത്തിന് സന്തോഷവും അതിലുപരി സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഡത്തിന്റെ തിരിച്ചുവരവ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം. അപ്പോ സ്വീകരണ ചടങ്ങെല്ലാം മനോഹരമായി. ഇനി എല്ലാവർക്കും അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. ആ മിസ്റ്റർ ജോൺ, മാഡം, ഒരു മിനിറ്റ്. ജോൺ നല്ലൊരു കോർഡിനേറ്റർ കൂടിയാണ്. മനോഹരമായി ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താങ്ക്സ് മാഡം. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ഓ ഗുഡ്. രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു ജോണിന് ചേർന്നതും. എങ്കിൽ ഇതിൽ കൂടുതൽ ശോഭിക്കായിരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. 1 മിനിറ്റ്.